Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wala tuwassir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. In the last video we studied about polygons, isn't it? What do you mean by polygons? Polygons are the figures which having three or more sides, അല്ലേ? ത്രീയും അതിൽ കൂടുതൽ സൈഡ്സും ഉള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെ നമ്മൾ എന്ത് പറയും? പോളിഗൺസ് എന്ന് പറയും. സോ we done some examples. We say some examples ഏതൊക്കെയാണ്? triangle, quadrilateral, square, pentagon, hexagon, etc. And now we are going to study about angles. Did you know what is angles? Angles are the two rays here together are connected to form an angle. An angle is made up of two rays starting from a common initial point, or the two rays forming the angle are called the arms or sides of the angle. The common initial point is the vertex of the angle. അപ്പോൾ എന്താണ് ആംഗിൾസ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ പേര്. ദിസ് ഈസ് ആംഗിൾസ്. ആൻഡ് വാട്ട് യു മീൻ ബൈ ആംഗിൾസ്? രണ്ട് റേസ് ഒരു കോമൺ ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് റേസ് കണക്ട് ചെയ്യുന്ന ആ വെർട്ടെക്സിലാണ് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നത്. ഇവിടെയാണ് ഇറ്റ് ഈസ് വൺ ആംഗിൾ ഫോം ചെയ്യുന്ന അതിനാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. എന്താണ്? ദ ടു റേസ്, ആംഗിൾ ഈസ് മേഡ് അപ്പ് ഓഫ് ടു റേസ് സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ ഇനിഷ്യൽ പോയിന്റ് and the two rays forming the angle are called arms or sides. അപ്പോൾ ഇത് ഒരു ആംഗിൾ ഫോം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് റേസിനെ അതിൻ്റെ ആംഗിളിൻ്റെ ആംസ് എന്ന് പറയും. അതർവൈസ് വി ക്യാൻ സേ ഇറ്റ് ആസ് സൈഡ്സ് ഓഫ് ദാറ്റ് ആംഗിൾസ്. ഈ ആംഗിളിൻ്റെ സൈഡ്സ് എന്ന് പറയും. ഓക്കെ. ആൻഡ് ഈ കോമൺ ഇനിഷ്യൽ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കോമൺ ഇനിഷ്യൽ പോയിന്റിനെ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് വേർട്ടെക്സ്. എന്താണത്? വേർട്ടെക്സ് എന്ന് പറയും. വേർട്ടെക്സ്. ഇതിനെ രണ്ടിനെയും നമ്മൾ ആംസ് ഓർ സൈഡ്സ് എന്ന് പറയും. ആംസ് ഓർ സൈഡ്സ്. ആൻഡ് ദിസ് കോമൺ ഇനിഷ്യൽ പോയിന്റ് ഈസ് കോൾഡ് വേർട്ടെക്സ് ഓഫ് ദാറ്റ് ആംഗിൾ. വേർട്ടെക്സ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ആംഗിൾസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ വി ഹാവ് ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സോ ഒരു ഫിഗർ തന്നിട്ട് അതിൻ്റെ ആംഗിൾസ് നെയിം ചെയ്യാൻ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനെ എ ബി സി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ആംഗിൾ നെയിം ചെയ്യാൻ പറഞ്ഞാൽ ആംഗിൾ എ ബി സി എന്ന് പറയാം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആംഗിൾ ബി എ സി എന്ന് പറഞ്ഞില്ല? ആംഗിൾ ഫോം ചെയ്യുന്ന വേർട്ടെക്സ് ഏതാണോ അതായിരിക്കണം മിഡിലിൽ വരുന്നത്. ആംഗിൾ ഫോം ചെയ്യുന്ന ആ വേർട്ടെക്സ് ആണ് അതിൻ്റെ മിഡിൽ ആംഗിൾ എ ബി സി. ബി ഇവിടാണ് ആംഗിൾ ഫോം ചെയ്യുന്നത്. ഓക്കെ. ദെൻ the next topic of our chapter is triangles. ട്രയാങ്കിൾസിനെ കുറിച്ചാണ് അടുത്ത പറയുന്നത്. A triangle is a three-sided polygon. ഒരു ട്രയാങ്കിളിൽ എത്ര സൈഡ്സ് ഉണ്ട്? 3 sides ഉണ്ട്. And we know that if the closed figure having the 3 or more sides is called polygons. Okay, polygon എന്ന് പറയും. And a triangle is a three-sided polygon, or in fact we can say that it is a polygon with the least number of sides. അപ്പോൾ പോളിഗണിൻ്റെ കൂട്ടത്തിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സൈഡ്സ് വരുന്ന ഷേപ്പ് അല്ലെങ്കിൽ ഫിഗർ ഏതാണെന്ന് ചോദിച്ചാൽ വി ക്യാൻ സേ ഇറ്റ് ആസ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ ആണ് ഹാവിങ് ഇറ്റ് ഈസ് എ പോളിഗൺ വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് സൈഡ്സ്. ഓക്കെ. ദെൻ എങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ? വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ട്രയാങ്കിൾ? ഇതാണ് ട്രയാങ്കിൾ എ ബി സി. And three sides and 3 vertex here. And how many angles there are here? 3 angles are here. This one is an angle B, angle C. So angle A. അപ്പോൾ ആംഗിളിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. ഇതാണ് നമ്മൾ ആംഗിളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആംഗിൾ എ എന്ന് എഴുതാൻ പറയുമ്പോൾ എല്ലാവരും ആംഗിൾ എ എന്ന് ഇങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ആംഗിൾ എ, ആംഗിൾ ബി, angle C. This triangle have 3 angles: angle A, angle B, and angle C. Okay. Then the next figure are what is that? Quadrilateral. Next we are going to study about quadrilateral.
So what is the specialities of triangle? A triangle is a three-sided polygon and it is also the polygon which have least number of sides. Least number of sides ഉള്ള പോളിഗണിനെയാണ് എന്ത് പറയുന്നത്? ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് quadrilateral. The next figure is quadrilateral. Okay, quadrilateral, how many sides a quadrilateral have? A quadrilateral have 4 sides. So a four-sided polygon is called quadrilateral. It has 4 sides and 4 angles. അപ്പോൾ ഒരു quadrilateral എന്ന് പറഞ്ഞാൽ അതിന് 4 sides ഉണ്ട്, 4 sides ഉണ്ട്, 4 angles ഉണ്ട്. 1 2 3 4 4 sides and 4 angles also. So if a quadrilateral is a four-sided polygon, it has 4 sides and 4 angles. എന്താണ്? What are the angles? We can name it as A, B, C, D, otherwise P, Q, R, S. We can give the name as P, Q, R, S. How many angles are there? Angle P, angle Q, angle R and angle S. 4 angles and 4 sides are here. Okay, then എന്താണ്? Then we have circles. So next നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിഗർ എന്ന് പറയുന്നത് സർക്കിൾ ആണ്. And how many sides a circle have? ഒരു സർക്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്? സർക്കിൾ ഹാവ് നോ സൈഡ്സ് അല്ലേ? അപ്പോൾ നോ സൈഡ്സ് ഇല്ലാത്ത ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കിൾ നമുക്കിനി പാർട്സ് ഓഫ് എ സർക്കിൾ പഠിക്കാം. ദിസ് ഈസ് എ സർക്കിൾ ആൻഡ് this line passing inside the circle is called chord. ഈ ലൈനിനെയാണ് നമ്മൾ chord എന്ന് പറയുന്നത്. CHORD, chord. And this point that we put in the center of the circle is called, it is the center of the circle. It is the center of it is the center of the circle and the chord which is passing through. ഈ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഒരു ലൈൻ പോകുന്ന സർക്കിളിന് ഇൻസൈഡ് പോകുന്ന എല്ലാ ലൈൻസിനെയും നമ്മൾ കോഡ് എന്ന് പറയും. ആൻഡ് ദ കോഡ് ദാറ്റ് ഈസ് പാസിങ് ത്രൂ ദ സെൻറ്റർ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഇതാണ് എന്ത്? സെൻറ്റർ. ആൻഡ് ദ കോഡ് ദാറ്റ് ഈസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ഈസ് കോൾഡ് diameter. Okay, and the chord that is passing through the center is called diameter of the circle. And we have a radius also. What do you mean by radius? Radius എന്താണ്? It is the half of the diameter. ഇത് ഫുൾ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ AB എന്ന് പറയുന്ന ലൈൻ ഡയമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഹാഫ് സെൻട്രൽ നിന്നും അതിൻ്റെ ഒരു പോയിന്റിലോട്ട് മാത്രം വരുന്ന, അല്ലെങ്കിൽ സെൻട്രൽ നിന്നും ഇതിൻ്റെ ഏത് പോയിന്റിലോട്ട് പോയാലും that all are the radius of the circle, and radius is the half of the diameter. Otherwise we can say that diameter is the twice of radius. അപ്പോൾ റേഡിയസിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന R എന്നും പറഞ്ഞാണ്, ഡയമീറ്ററിനെ D എന്നും പറഞ്ഞാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഡയമീറ്റർ D is equal to 2R. ആറിൻ്റെ ഇരട്ടിയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. സോ ഡയമീറ്റർ D is equal to 2R. Then we have sector. എന്താണ്? ഒരു ആർക്ക് എന്ന് പറയുന്നത് വേറൊരു ടേം ഉണ്ട്, ARC. ആർക്ക് എന്ന് പറയുന്നത് ഈ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിനെ, ഇപ്പോൾ ഇത് എയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇത് B, ദിസ് AB ഈസ് ദ ആർക്ക്. ഈ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. ദിസ് AB ഈസ് ദ ആർക്ക് ഓഫ് ദ സർക്കിൾ. ആൻഡ് ഈ സെൻറ്ററിനെ നമുക്ക് ഒന്ന് കൊടുത്താൽ ഇത്ര പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ, അതായത് ഇങ്ങനെ വരും.
ഇത്ര പോർഷൻ കട്ട് ചെയ്ത് മാറ്റി ABO എന്ന് നെയിം കൊടുക്കുന്നു. ദിസ് ABO ഈസ് കോൾഡ് സെക്ടർ. ആ സർക്കിളിൻ്റെ സെക്ടർ. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒരു സർക്കിളിൻ്റെ പാർട്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ABO എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ സെക്ടർ എന്ന് പറയും. ആർക്ക് ഏതാണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ചെറിയൊരു പോർഷൻ പാർട്ടിനെയാണ് ആർക്ക് എന്ന് പറയുന്നത്. സോ ദീസ് വെയർ ദ പിന്നെ ഒരു സർക്കിളിന് നമ്മൾ എന്താണ് ഒരു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ, ഏരിയ ഓഫ് ദ സ്ക്വയർ ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഫുള്ള് പെരിമീറ്റർ നമ്മൾ ഫുള്ള് പറയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതാണ് അതിൻ്റെ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. എന്താണ്? സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. And the region in the inside of a circle enclosed by a chord and an arc is called segment of the circle. അതായത് ഈ കോഡും APQ എന്ന് ഈ പേര് കൊടുത്തിട്ട് ഇത്രയും പോർഷൻ നമ്മൾ ഇങ്ങ് മാറ്റിയെടുക്കുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് ദ സർക്കിൾ. സർക്കിളിൻ്റെ ഒരു സെഗ്മെൻ്റ് ആണ് അത്. സോ വാട്ട് ആർ ദ ടേംസ് വി സ്റ്റഡീഡ് ബേസ്ഡ് ഓൺ സർക്കിൾ? നമ്മൾ സർക്കിൾ എന്താണെന്ന് പഠിച്ചു. ഇറ്റ് ഹാസ് നോ സൈഡ്സ് ആൻഡ് ഫസ്റ്റ് വി സ്റ്റഡീഡ് വാട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ദ പോയിന്റ് വിച്ച് വി ഡൺ ഇൻ ദ സെൻറ്റർ ഈസ് കോൾഡ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ആൻഡ് വി സ്റ്റഡീഡ് എന്താണ് what is diameter, the chord that is passing through the center of the circle is called diameter. And what is chord? 2 points connecting the circles are called chord. And radius is the half of the half of the diameter, or it is the diameter is the double of the radius, that is D is equal to 2R. And we studied what is arc. The portion, the part of a circle is called arc. And sector എന്താണ്? ആ ആർക്കിൽ നിന്നും സെൻറ്ററിലോട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസ് വരയ്ക്കുമ്പോഴാണ് ദാറ്റ് വിൽ ബി എ സെക്ടർ. ദെൻ സെഗ്മെൻറ്റ്, ഒരു കോഡും ഇൻറ്റീരിയർ ആ സർക്കിളിനകത്ത് കോഡും ആർക്കും കൂടെ എൻക്ലോസ് ചെയ്ത് വരുന്ന ആ പോർഷനെയാണ്, ദ റീജിയനെയാണ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ദീസ് വെർ ദ തിങ്സ് ബേസ്ഡ് ഓൺ സർക്കിൾ. സോ today we have studied what and എന്താണ് ഒരു സർക്കിളിൻ്റെ സെമി സർക്കിൾ എന്ന് പറയുന്നത് ആ സർക്കിളിൻ്റെ പകുതിയാണ്. അതായത് ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒരു സർക്കിളിൻ്റെ ഈ ഡയമീറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ ഈ കട്ട് ചെയ്യുന്ന പോർഷൻ ഇങ്ങനെയും കിട്ടും, ബാക്കി പോർഷൻ ഇങ്ങനെയും കിട്ടും അല്ലേ. ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു സർക്കിളാവും. അപ്പോൾ ഈ ഒരു സർക്കിളിനെ ഡയമീറ്റർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഡിവൈഡ് ഇൻറ്റു 2 സെമി സർക്കിൾസ്. അപ്പോൾ ആ ഡയമീറ്റർ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കും സെമി സർക്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ ദാറ്റ് ഈസ് ദ സെമി സർക്കിൾസ്. അപ്പോൾ 2 സെമി സർക്കിൾസ് ചേരുമ്പോഴാണ് ഒരു സർക്കിളായിട്ട് മാറുന്നത്. ദെൻ സോ ടുഡേ വി സ്റ്റഡീഡ് അബൌട്ട് ട്രയാങ്കിൾ, quadrilateral and circle. What is triangle? It is a 3-sided polygon. It has 3 sides and 3 angles. And what do you mean by quadrilateral? Quadrilateral എന്ന് വെച്ചാൽ it is a 4-sided polygon and it has 4 sides and 4 angles. And what is circle? Circle which it has no sides and and the parts of the circle are radius, diameter, center of the circle, segment, arc, sector. And what is the relation between the radius and the diameter? Diameter D is equal to 2 into radius, 2R. Okay, so ഇത്രയും കാര്യങ്ങളായപ്പോഴത്തേക്കും നമ്മുടെ ഈ ചാപ്റ്റർ ഫിനിഷ് ആയിട്ടുണ്ട്. ദെൻ ദ നെക്സ്റ്റ് ക്ലാസ് വി ക്യാൻ ലേൺ ദ next chapter. Today's class is over. Assalamu alaikum.